ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സെല ലേണിംഗ്. അനഗാമിസ് ആണ് മക്കളെ. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ട് ഇരിക്കല്ലേ? അപ്പൊ നമുക്കിന്ന് എക്സാമിന് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം നമ്മുടെ കോൺഗ്രസിന്റെ ഡോമിനൻസിനെ കുറിച്ചിട്ടാണ്. ആദ്യത്തെ 3 ജനറൽ ഇലക്ഷനും കോൺഗ്രസിന്റെ ഡോമിനൻസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലെ? കോൺഗ്രസിന്റെ മേധാവിത്വം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എന്തൊക്കെ കാരണങ്ങളാണ് കോൺഗ്രസിന് അത്തരത്തിൽ മേധാവിത്വം ഉണ്ടായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ഇൻഫ്ലുവൻസ് എവിടെ നമുക്ക് കാണാമായിരുന്നു? സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ കോൺഗ്രസിലെ നേതാക്കന്മാരുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിജിന്റെ റോള്, അതേപോലെ തന്നെ നമ്മുടെ നെഹ്റുവിനെ പോലുള്ളൊരു വ്യക്തിയുടെ ലീഡർഷിപ്പ്, നേതൃത്വം, രാജ്യത്ത് എല്ലായിടത്തും വേരുകളോടിയ പാർട്ടിയാണ്. എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് ഉണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കെട്ടുറപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തകർന്നു പോകുന്ന രീതിയിലല്ല കോൺഗ്രസ് പാർട്ടി ഉണ്ടായത്. പിന്നെ സമയത്ത് നമ്മൾ പറയുന്ന വെച്ചാൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്രകടന പത്രികയാണ് ആർക്കുള്ളത്? നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുള്ള അംബർല പാർട്ടി, അംബർല സിസ്റ്റർ എന്നൊക്കെ പറയും. എല്ലാവരെയും കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റിലേറ്റീവ് മെജോറിറ്റി സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ നാഷൻ വൈഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഓർഗനൈസ് സ്ട്രക്ചർ ഉണ്ട്. നെഹ്റുവിനെ പോലുള്ള ലീഡർഷിപ്പ്, ഗാന്ധിയുടെ പേരും കോൺഗ്രസുമായിട്ടുള്ള അസോസിയേറ്റ് ചെയ്ത കാരണം, ഇതൊക്കെ കൊണ്ട് കോൺഗ്രസിന് എന്ത് കിട്ടി? ആദ്യത്തെ 3 ജനറൽ ഇലക്ഷൻ ഒരു ഡോമിനൻസ് ഉണ്ടായി. ഇത് സാധാരണഗതിയിൽ 3 അല്ലെങ്കിൽ 4 മാർക്കിനായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരിക. ഓക്കെ, അപ്പൊ മലയാളത്തിലുള്ള നോട്ട് ഇതാ, അതേപോലെ മക്കളിതാ ഇംഗ്ലീഷിലുള്ള നോട്ടും മലയാളത്തിലുള്ള നോട്ടും കൊടുത്തിട്ടുണ്ട് മിസ്. അടുത്തത് 1ാം പഞ്ചവത്സര പദ്ധതിയും 2ാം പഞ്ചവത്സരവും തമ്മിലുള്ള ഡിഫറൻസസ് നമുക്ക് ചോദിക്കും. 1ാം പഞ്ചവത്സര പദ്ധതി, 2ാം പഞ്ചവത്സര പദ്ധതി, ഫസ്റ്റ് 5 ഇയർ പ്ലാന്, സെക്കൻഡ് 5 ഇയർ പ്ലാന്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1951 മുതൽ 56 വരെയാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയോ 56 മുതൽ 61 വരെ. 1ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് KN രാജാണ്. 2ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് PC മഹൽനോബിസ് ആണ്. 1ാം പഞ്ചവത്സര പദ്ധതി കാർഷിക പ്ലാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 2ാമത്തതോ വ്യവസായിക പ്ലാൻ, അഥവാ 2ാം പഞ്ചവത്സര പദ്ധതി ഇൻഡസ്ട്രീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാന് അഗ്രികൾച്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. 1ാം പഞ്ചവത്സര പദ്ധതിയിൽ പതുക്കെ മുന്നേറുക, അഥവാ എന്താണ്, ഹാസ്റ്റൺ സ്ലോലി എന്നുള്ളൊരു ലക്ഷ്യമാണ് അവർക്ക് ഉണ്ടായത്. പക്ഷെ സെക്കൻഡ് 5 ഇയർ പ്ലാനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ത്വരിതഗതിയിലുള്ള, അതായത് റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് എന്ന രീതിയിലേക്ക് നമ്മൾ വന്നു. അതേപോലെ തന്നെ 1ാം പഞ്ചവത്സര പദ്ധതിക്ക് നമ്മൾ അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഭൂപരിഷ്കരണം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നു. അഥവാ അഗ്രികൾച്ചറിന് പ്രയോറിറ്റി കൊടുക്കുക, ലാൻഡ് റിഫോംസ് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. 2ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകുന്ന സമയത്ത് ഹെവി ഇൻഡസ്ട്രീസിനെയാണ് ഇവർ കൂടുതൽ എന്ത് ചെയ്തത്? ഘനവ്യവസായങ്ങൾക്കാണ് കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതിയിൽ ബക്രാനാഗൽ, ഹിരാകുണ്ട് പോലുള്ള വലിയ വലിയ അണക്കെട്ടുകൾ, ഡാമുകളൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത. 2ാം പഞ്ചവത്സര പദ്ധതി പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് വൈദ്യുതി, റെയിൽവേ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ആ മേഖലകൾക്കാണ് ഇവർ എന്ത് ചെയ്തത്? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 5 ഇയർ പ്ലാനും സെക്കൻഡ് 5 ഇയർ പ്ലാനും 1ാം പഞ്ചവത്സര പദ്ധതിയും 2ാം പഞ്ചവത്സര പദ്ധതിയും നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞല്ലേ? ഇനി മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്. 1967 ഇലക്ഷന്റെ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു എന്ന്. അപ്പൊ എന്തൊക്കെയാണ് ആ സമയത്ത് 1967 എങ്ങനെയാണ് ഇന്ത്യയിൽ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആ സമയത്ത്? ആ ഒരു ഇലക്ഷന്റെ പശ്ചാത്തലം എന്തായിരുന്നു? 1967 ഇലക്ഷന്റെ പശ്ചാത്തലം എന്തായിരുന്നു പറഞ്ഞ ക്വസ്റ്റ്യൻ വരും. ആ സമയത്ത് നമ്മൾ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ട ഒരു സമയമായിരുന്നു. എന്താണ്? സാമ്പത്തിക പ്രതിസന്ധി നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നേരിടേണ്ടി വന്ന സമയമാണ്. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് മക്കളെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്? ഏതൊക്കെ മേഖലകളിലാണ്? നമുക്ക് ഭക്ഷ്യക്ഷാമം നമ്മൾ ഫേസ് ചെയ്യാൻ തുടങ്ങി, വ്യാവസായിക ഉൽപ്പന്നങ്ങളൊക്കെ കുറയാൻ തുടങ്ങി, സൈനിക ചെലവ് വർദ്ധിക്കാൻ തുടങ്ങി, നമ്മുടെ രൂപയുടെ വാല്യൂ കുറഞ്ഞു, 5 നിന്ന് 7 ആയിട്ട് കുറച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരു സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ എക്കണോമിക് ക്രൈസിസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്തൊക്കെ എക്കണോമിക് ക്രൈസിസാണ് നമുക്ക് ഉണ്ടാവുന്നത്? ഇൻഡോ ചൈനോ വാർ, ഇന്ത്യയും ചൈനയും വാർ 1962 നടന്നു. 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നു. കാലാവസ്ഥ മോശമായിരുന്നു, മൺസൂൺ മോശമായി. അതേപോലെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഒക്കെ കുറഞ്ഞു വന്നു. ഫുഡിന്റെ ഷോർട്ടേജ്, ക്ഷാമം അനുഭവപ്പെട്ടു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒക്കെ തകർന്നടിഞ്ഞു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടു. അടുത്തത് പ്രൈസ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ്. മക്കളെ,
വിലക്കയറ്റവും ജനകീയ പ്രതിഷേധങ്ങളും. ഒരുപാട് സാധനങ്ങൾക്ക് വില കൂടുകയാണ്. എസെൻഷ്യൽ കമ്മോഡിറ്റി എത്രയും മാത്രം നമുക്ക് വേണ്ട കാര്യങ്ങൾക്കാണ് വില കൂടുന്നത് അല്ലേ. അപ്പൊ ഇതുമൂലം എന്തുണ്ടായി? അവശ്യ വസ്തുക്കളുടെ വില എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഇതിനെതിരെ ഒരുപാട് ആളുകൾ പ്രക്ഷോഭങ്ങൾ, രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ തുടങ്ങുകയാണ് ചെയ്യുന്നത്. റാം മനോഹർ ലോഹി ആ സമയത്ത് കോൺഗ്രസ് ഇതരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചു. നോൺ കോൺഗ്രസിസം എന്ന് പറയുന്ന ഒരു കാര്യം റാം മനോഹർ ലോഹി ആ സമയത്ത് എന്ത് ചെയ്തു? മുന്നോട്ട് വെച്ചു. കോൺഗ്രസ് നമുക്കിനി വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഏത് സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു 1967 ഇലക്ഷന് ഇതൊക്കെ ഫേസ് ചെയ്തുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ ഇലക്ഷന് നേരിട്ടത് എന്നുള്ള കാര്യം മക്കള് മനസ്സിലാലോചിക്കുക. അടുത്തത് ആംഡ് സ്ട്രഗിൾസ് ആണ് മക്കളെ പറയുന്നത്. ആംഡ് അഗ്രേറിയൻ സ്ട്രഗിൾസ്. ഇവിടെ നോക്കിയേ, കർഷക പ്രക്ഷോഭങ്ങളും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സായുധ സമരങ്ങളും എന്ത് ചെയ്തു? ശക്തപ്പെട്ട സമയമായിരുന്നു അല്ലേ. നക്സലൈറ്റ് മൂവ്മെന്റ്സ് ഒക്കെ വന്നു. പല സ്ഥലങ്ങളിലും ഹിന്ദു മുസ്ലിം റയോട്ട്സ് ഉണ്ടാവുക. ഹിന്ദു മുസ്ലിംസുകളും തമ്മിൽ വർഗീയ ലഹളകൾ, മതത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള ലഹളകൾ നടക്കുക. പ്രതിപക്ഷം മഹാസഖ്യം രൂപീകരിച്ചു. ഒപ്പോസിറ്റ് പാർട്ടികളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് എന്ത് ചെയ്യാണ്? അവരൊരു പാർട്ടി രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ പാർട്ടി ഗ്രാൻഡ് അലയൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് പ്രതിപക്ഷം മഹാസഖ്യം എന്ന് പറയുന്നത്. ഗ്രാൻഡ് അലയൻസ്, മഹാസഖ്യം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു പാർട്ടി ഇവർ രൂപീകരിക്കുന്നു. അതിൻ്റെ അകത്ത് TSP, PSP, ഭാരതീയ ജനസംഘ്, സ്വതന്ത്ര പാർട്ടി, ഭാരതീയ ക്രാന്തിദൾ ഇവരെല്ലാവരും ചേർന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു പാർട്ടി രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നടന്ന സമയത്താണ് നമുക്ക് ആ ഒരു ഇലക്ഷൻ എന്ത് ചെയ്ത് നടക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ 1967 ഇലക്ഷന്റെ പശ്ചാത്തലം അഥവാ കോണ്ടസ്റ്റ് ആണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി നമുക്ക് ഒരു essay ക്വസ്റ്റ്യൻ പഠിക്കാം. 8 മാർക്കിനാണ് മക്കളെ ഈ ഒരു essay ക്വസ്റ്റ്യൻ വരിക. 8 മാർക്കിനാണ്. സംഭവം എന്താണ്? ഇവിടെ നമ്മളെ എമർജൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് നമ്മളോട് ചോദിക്കുന്നത്. അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, സാമ്പത്തിക പശ്ചാത്തലം, എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള സാമ്പത്തിക പശ്ചാത്തലം നമുക്ക് ആദ്യം എന്തൊക്കെയാന്ന് നോക്കാം. ബംഗ്ലാദേശ് യുദ്ധം, ബംഗ്ലാദേശുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി. ഓയിലിന്റെ വില എന്ത് ചെയ്തു? അത് കൂടി. ഓയിലിന്റെ വില റേറ്റ് എന്ത് ചെയ്യാണ്? കൂടി. വ്യവസായികമായിട്ട് ഇൻഡസ്ട്രിയൽ എന്ത് ചെയ്തു? ഒരു ഫ്ലോപ്പായി മാറി. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്ത് ചെയ്തു? കുറഞ്ഞു വന്നു. അൺഎംപ്ലോയ്മെന്റ് എന്ത് ചെയ്യാണ്? ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതേപോലെ അവശ്യ സാധനങ്ങൾക്ക്, എസെൻഷ്യൽ കമ്മോഡിറ്റീസിനൊക്കെ എന്ത് ചെയ്തു? വില കൂടിക്കൂടി വന്നു. പിന്നെ പറയുന്നത് എന്താണ് മക്കളെ? നിലവിലുള്ള സാമ്പത്തിക സാഹചര്യത്തിൽ ഇന്ത്യയിലാകെ ജനങ്ങളിൽ അതൃപ്തി വളർന്നു. ആർക്കും ഈ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യയിൽ ജീവിക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതാണ് എക്കണോമിക് കോണ്ടസ്റ്റ്, സാമ്പത്തിക പശ്ചാത്തലം അഥവാ എക്കണോമിക് കോണ്ടസ്റ്റിൽ നമ്മൾ പറയുന്നത്. ഇനി രാഷ്ട്രീയ സാഹചര്യം അഥവാ നമ്മുടെ പൊളിറ്റിക്കൽ കോണ്ടസ്റ്റ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. പൊളിറ്റിക്കൽ കോണ്ടസ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ കക്ഷി രാഷ്ട്രീയങ്ങൾ വരികയാണ്. അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി നമ്മൾ പാർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം ഒരു പാർട്ടി നേതാവിന്റെ വൻ തോതിലുള്ള ഒരു ഉദയം അവിടെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നു. രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട്, ഇംഗ്ലീഷ് നോട്ട് മിസ് കാണിച്ചത് പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടാവുന്നുണ്ട്. ബീഹാറിൽ പ്രക്ഷോഭം ഉണ്ടാകുന്നു. ബീഹാറിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി പ്രക്ഷോഭം നടത്തുന്നു. ജയപ്രകാശ് നാരായൺ അതിന് നേതൃത്വം കൊടുക്കുന്നു. ഗുജറാത്തിലും അതേപോലെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. 2 സ്ഥലങ്ങളിലും സാധനത്തിന് വില കൂടുന്നു. അഴിമതി, അതേപോലെ തന്നെ നമ്മുടെ സാധനത്തിന് വില കൂടുന്നു, അഴിമതി. അതേപോലെ പിന്നെ ഒരു കാരണം കൂടി മക്കളെ പറയുന്നുണ്ടല്ലോ, ജോലിയില്ലായ്മ, തൊഴിലില്ലായ്മ, ഭക്ഷ്യക്ഷാമം, വിലക്കയറ്റം. ഇതിനൊക്കെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നത്. പിന്നെ ജുഡീഷ്യറിയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഇഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഗവൺമെന്റ് ആണോ ജുഡീഷ്യറി ആണോ ഏറ്റവും ഇമ്പോർട്ടന്റ്? ഇവർ തമ്മിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതേപോലെ തന്നെ പിന്നെ പറയുന്നത് ആ പ്രശ്നം കൂടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ഇവിടെ ഒരു കേശവാനന്ദ ഭാരതി കേസ് വരുന്നുണ്ട്. അപ്പം ജുഡീഷ്യറിക്കാണോ അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ആണോ ഇമ്പോർട്ടൻസ് എന്നുള്ള ചോദ്യം അവിടെ വന്നപ്പോഴാണ് ഈ കേശവാനന്ദ ഭാരതി കേസ് നടക്കുന്നത്. അതിൽ വേർഡിക്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരാം. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ
കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ബേസിക് ആയുള്ള നാച്ചുറൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒന്നും നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. മൗലിക സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ളൊരു നിയമം അവിടെ വരികയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അലഹബാദ് ഹൈക്കോടതി വിധിയെ കുറിച്ച് പറയാണ്. അലഹബാദ് ഹൈക്കോടതി വിധി ഇന്ദിരാഗാന്ധിക്കെതിരായി വരുന്നു. അതിനെ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ജയപ്രകാശ് നാരായൺ ഇന്ദിരാഗാന്ധിക്കെതിരെ രാംലീല ഗ്രൗണ്ടിലേക്ക് ജാഥ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇതെല്ലാം നമ്മുടെ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള കാരണങ്ങളായിട്ടാണ് വരുന്നത്. എമർജൻസി ഡിക്ലെയർ ചെയ്ത നമുക്കറിയാം. ഇവിടെ നോക്കിക്കേ, 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായ ജഗ്മോഹൻ ലാൽ സിംഗ് ഒരു ജഡ്ജ്മെന്റ് പാസ് ചെയ്യുന്നു. അത് പ്രകാരം പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ ഇൻവാലിഡ് ആണെന്നാണ് ആ വിധിയിൽ പറയുന്നത്. ആ കേസ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് രാജ് നാരായൺ എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മത്സരിച്ച വ്യക്തിയാണ്. അതിനെ തുടർന്ന് ജയപ്രകാശ് നാരായൺ ഇന്ദിരാഗാന്ധിയുടെ റെസിഗ്നേഷൻ വേണമെന്ന് പറഞ്ഞ് രാജ്യമൊട്ടാകെ ഒരു റാലി നടത്താൻ തീരുമാനിക്കുന്നു. ഇവർ മാസീവ് ആയിട്ടുള്ള ഒരു റാലി ഡൽഹിയിലെ രാംലീല ഗ്രൗണ്ടിൽ വെച്ച് 1975 ജൂൺ 25 നടത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ ജയപ്രകാശ് നാരായൺ നാഷണൽ വൈഡ് ഇന്ദിരാഗാന്ധിയുടെ റെസിഗ്നേഷൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് നടത്തുന്നത്. ഗവൺമെന്റിനോടും ഗവൺമെന്റ് എംപ്ലോയീസിനോടും പറയുന്നുണ്ട്, നിങ്ങൾ ഇല്ലീഗൽ ആയിട്ടുള്ള ഇമ്മോറൽ ആയിട്ടുള്ള ഒരു ഓർഡേഴ്സും നിങ്ങൾ കേൾക്കരുതെന്ന് പോലീസുകാരോടും ഗവൺമെന്റ് എംപ്ലോയീസിനോടൊക്കെ ജയപ്രകാശ് നാരായൺ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ രാജ്യത്തെ എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡ് സ്റ്റിൽ ആവുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ്. അങ്ങനെ 25 ജൂൺ 25 1975 മക്കളെ 75 പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിനോട് എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറയുന്നു. ആർട്ടിക്കിൾ 352 പ്രകാരം അദ്ദേഹം എന്ത് ചെയ്യുന്നു? എമർജൻസി ഡിക്ലെയർ ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇന്ത്യൻ ചരിത്രത്തിലെ ബ്ലാക്ക് മാർക്കായിട്ട് എന്ത് ചെയ്തു? ഇത് അറിയപ്പെട്ടു. എമർജൻസിക്ക് ശേഷമുണ്ടായ പരിണിത ഫലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പൊളിറ്റിക്കൽ റൂളിംഗ് പാർട്ടി എന്തു പറയുന്നു അതിനനുസരിച്ച് ഗവൺമെന്റ് എംപ്ലോയീസ് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. ഫ്രീഡം പ്രസ്, അതായത് നമുക്ക് പത്രസ്വാതന്ത്ര്യമില്ലായിരുന്നു. രാഷ്ട്രീയ സ്വയം സേവ് സംഘ്, ജമാഅത്ത് ഇസ്ലാമി അതൊക്കെ ബാൻ ചെയ്തു. ഗവൺമെന്റ് എല്ലാ പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തു. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നില്ല. കരുതൽ തടങ്കലൊക്കെ എടുത്ത് കൊണ്ടുവന്നു. അതായത് ഈ പ്രതി കുറ്റം ചെയ്തേക്കാമെന്ന്, ഈ വ്യക്തി പ്രതിയല്ല കുറ്റം ചെയ്തേക്കാമെന്നു കരുതിയിട്ട് ആളുകളെ ജയിലിൽ കൊണ്ടുവിടുന്ന രീതി തുടങ്ങി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു? ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മക്കളെ നമ്മൾ ഒരു എസ് എ ക്വസ്റ്റ്യനും അതല്ലാതെ എസ് എ ക്വസ്റ്റ്യൻ അല്ലാത്ത കുറച്ചധികം ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. അപ്പൊ നല്ല രീതിയിൽ തന്നെ മക്കൾ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കുക. മിനി മാരത്തോണിലും മെഗാ മാരത്തോണിലും ആയിട്ട് ഇനി നമുക്ക് ചാപ്റ്റേഴ്സും അതേപോലെ തന്നെ മറ്റുള്ള ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കോണ്ടന്റ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു കോണ്ടന്റ് ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.